ഫുട്ബോളിൽ ഓരോ കോച്ചന്മാർക്കും അവരുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുണ്ടാവും. ഫോർ ആൻ എക്സാമ്പിൾ, നമ്മുടെ സർ അലക്സ് ഫെർഗൂസിനെ സംബന്ധിച്ചിടത്തോളം അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പെപ് ഗാർഡിയോളയെ സംബന്ധിച്ചിടത്തോളം അത് ലിയണൽ മെസ്സി ആയിരിക്കും. അതുപോലത്തെ ഒരു കോംബോ ആയിരുന്നു സത്യം പറഞ്ഞാൽ നെയ്മർ ജൂനിയറും തോമസ് ടുഷേലും. അത് കുറെ കാലം ഒന്നും പുള്ളിക്കാരൻ നെയ്മറിനെ മാനേജ് ചെയ്തിട്ടില്ല. ഏകദേശം 2-3 ഫുൾ സീസൺ മാത്രമേ മാനേജ് ചെയ്തിട്ട്. പക്ഷെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു കോംബോ നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. അതായത് നെയ്മർ നമുക്കറിയാം ആദ്യം ഒരു ലെഫ്റ്റ് വിങ്ങർ ആയിരുന്നു PSG-യിലെത്തിയ സമയത്തും. അവിടെ നിന്ന് നെയ്മറിനെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് സ്വിച്ച് ചെയ്തത് നമ്മുടെ തോമസ് ടുഷേൽ ആയിരുന്നു. നെയ്മർ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ ഒരു ഫോർവേഡും. അങ്ങനെ എംബാപ്പയ്ക്ക് നല്ല ത്രൂ ബോൾ കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള ഒരു പുതിയ സിസ്റ്റം പുള്ളിക്കാരെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തില് നെയ്മറിൻ്റെത് നമുക്ക് ഈസി ആയിട്ട് പറയാം അത് തോമസ് ടുഷേൽ ആണെന്ന്. അപ്പോൾ തോമസ് ടുഷേൽ നെയ്മറിനെ പറ്റി പറഞ്ഞ ചില വാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടുഷേൽ പറയുന്നത് ഇപ്രകാരമാണ്: നെയ്മർ ഈസ് ദ മോസ്റ്റ് ടാലന്റഡ് പ്ലെയർ ഐ ഹാവ് എവർ കോച്ച്ഡ്. ഞാൻ പരിശീലിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ടാലന്റ് ഉള്ള പ്ലെയർ എന്ന് പറയുന്നത് നെയ്മർ ജൂനിയർ ആണ്. ഐ ഡോണ്ട് നോ ഇഫ് ദർ ഈസ് എ മോർ നാച്ചുറൽ ടാലന്റ് ദാൻ നെയ്മേഴ്സ്. നെയ്മറിനേക്കാളും കൂടുതൽ നാച്ചുറൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. ഇനി നെയ്മറിന്റെ സ്റ്റാറ്റ്സ് തോമസ് ടുഷേലിന്റെ അണ്ടറിൽ നെയ്മർ എത്ര ഗോൾ അടിച്ചു, എത്ര അസിസ്റ്റ് കൊടുത്തു എന്നൊക്കെ നോക്കിയാൽ ഏകദേശം 67 കളികളാണ് നെയ്മർ കളിച്ചിട്ടുള്ളത്. അതിൽ 51 ഗോളുകളും 32 അസിസ്റ്റുകളും ചങ്ങായി ടീമിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതായത് 67 മത്സരങ്ങളിൽ നിന്ന് ഏകദേശം 83 ഗോൾ കോൺട്രിബ്യൂഷൻ നെയ്മറിന് തോമസ് ടുഷേലിന്റെ അണ്ടറിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോച്ചും ഈ ഒരു പ്ലെയറും തമ്മിലുള്ള കെമിസ്ട്രി അത്രത്തോളം വർക്കായിരുന്നു എന്നാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.